യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തുന്നു. നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. അങ്ങേ വാഴ്ത്തുന്നു കർത്താവെ, അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ, അങ്ങേ മഹത്വപ്പെടുത്തുന്നു. നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിന് ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാം സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന മഹൽഭാഗ്യത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. അളവ് കൂടാതെ നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം, ഹല്ലേലൂയ, അത് എത്ര തന്നെ സ്തുതിച്ചാലും എത്ര തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാലും മതിവരാതെ വണ്ണം, ഹല്ലേലൂയ, അളക്കുവാൻ കഴിയാതെ വണ്ണം കർത്താവിന്റെ സ്നേഹത്തിനായിട്ട്, ദൈവത്തിന്റെ കരുതന്ന, ദൈവത്തിന്റെ പരിപാലനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഈ പൽക്കാലവും കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. സർവശക്തനായ ദൈവം ഈ പൽക്കാലം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ ദൈവം അത്ഭുത മന്ത്രി, വീരനാ ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു, ഹല്ലേലൂയ, നമ്മുടെ വിഷയങ്ങളെ അറിയുന്ന ദൈവം, നമ്മുടെ ഭാരങ്ങളെ അറിയുന്ന ദൈവം ഈ പൽക്കാലം നമ്മുടെ ഭാരങ്ങളെ ചുമന്ന് നമ്മെ ജയത്തോടെ നടത്തുവാനായിട്ട് ഇടയായിത്തീരാ. ക്രിസ്തുയേശുവിൽ നമ്മെ ജയോത്സവത്തോടെ വഴി നടത്തുന്ന ദൈവത്തിന്റെ കൃപ ഈ പൽക്കാലം അനുഭവിക്കുവാനായിട്ട് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. ദൈവവചന ചിന്തയിലേക്ക് നമുക്ക് കടന്നു വരാം. സ്തോത്രം. അതെ, ഈ നമ്മുടെ സമീപസ്ഥായിരിക്കുന്ന സർവശക്തനായ ദൈവം നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിർവഹിച്ചു തരും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഈ പൽക്കാലം പ്രിയ ദൈവമക്കളെ, ഹൃദയത്തിൽ ഒത്തിരി ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് കാണും. 2024 ആരംഭത്തിൽ ഒത്തിരി ആഗ്രഹത്തോടെ ആയിരിക്കാം നാം പ്രവേശിച്ചത്. പല ആഗ്രഹങ്ങളും നിറവേറാതെ ബാക്കി കിടക്കുമ്പോൾ ഇനി എൻ്റെ ജീവിതത്തിനകത്ത് ഇത് നിറവേറുമോ എന്നൊരു ചോദ്യം ഈ ലാസ്റ്റ് ഘട്ടത്തിലും ഉണ്ടായിരിക്കാം. പക്ഷെ ഈ പൽക്കാലം പറയട്ടെ, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിറവേറ്റി തരുവാൻ ശക്തനായ ഒരു ദൈവം നമ്മുടെ സമീപസ്ഥനായിട്ട് ഉണ്ട്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 145 അധ്യായം അതിന്റെ 18, 19 വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. ആമേൻ. സ്തോത്ര. അങ്ങനെ ഈ പൽക്കാലം പറയട്ടെ, നമ്മുടെ സമീപസ്ഥനായിരിക്കുന്ന ഒരു ദൈവം, ഹല്ലേലൂയ, അതേ സ്തോത്രം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ വിഷയങ്ങളുടെ മധ്യത്തിലൊക്കെയും ദൈവം നമ്മുടെ സമീപസ്ഥനായിട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ നിങ്ങൾ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, ആരെങ്കിലുമൊക്കെ നമ്മുടെ അടുക്കൽ ഉണ്ടാക്കി എന്ന് നാം ഒന്ന് ചിന്തിക്കാറുണ്ട്, ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ ആരെയും കാണത്തില്ല പ്രശ്നങ്ങളുടെ മധ്യ. പക്ഷേ നമ്മുടെ സമീപസ്ഥനായിരിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, ഭാരങ്ങൾ കടന്നു വരുമ്പോൾ, ലോകം നമ്മെ വിട്ട് അകന്നു പോകുമ്പോഴും, ഹല്ലേലൂയ, യേശു കർത്താവ് നമ്മുടെ അരികത്തേക്ക് വരുവാനായിട്ട് ഇടയായിത്തീരാം. ആ കർത്താവ് നമ്മുടെ സമീപസ്ഥനായിട്ടുണ്ട്. സമീപസ്ഥനായിരിക്കുന്ന കർത്താവ് ഈ പകൽക്കാലം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്ക്, അതായത് ആത്മാർത്ഥതയോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനായിരുന്നു കൊണ്ട് അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു സർവശക്തനായ ദൈവത്തെ പറ്റി ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് നമുക്ക് മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ കാണുവാൻ സാധിക്കുന്നു. ആത്മാർത്ഥതയോടെ തന്റെ ജീവിതത്തിനകത്ത് ഒരു വിടുതൽ വേണമെന്നുള്ളൊരു ആത്മാർത്ഥതയോടെ അവിടെ കാണുവാൻ സാധിക്കുന്ന, സത്യസന്ധമായിട്ട് നിലവിളി തന്റെ ജീവിതത്തിനകത്തേക്ക് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഇവർക്ക് സമീപസ്ഥ യേശു കർത്താവ് കടന്നു പോകുന്നു എന്ന് അറിയുവാനായിട്ട് ഇടയായി തീർന്നപ്പോ ബെർത്തലോമായി എന്ത് ചെയ്യുന്നു? അവിടെ നിലവിളിക്കുവാനായിട്ട് തയ്യാറായി എന്ന് കാണുവാൻ സാധിക്കുന്നു. തന്റെ നിലവിളി ഒരു സത്യസന്ധത ഉണ്ടായിരുന്നു. കാരണം താൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നം വലുതാണ്. തനിക്കൊരു വിടുതൽ ഇതിനകത്തു നിന്ന് വേണം. അതിന് കർത്താവിന് മാത്രമേ തന്നെ വിടുവിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ആ ഒരു തന്റെ വിടുതലിന്റെ ഒരു ടൈമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ തന്റെ മുമ്പിൽ നിന്ന പ്രതിബന്ധങ്ങൾ
ബാധകളെയോ പ്രതിസന്ധികളെയോ ഒന്നും താൻ കൂട്ടാക്കാതെ താൻ കർത്താവിനോട് സത്യസന്ധമായി വിളിക്കുവാൻ തയ്യാറായി. കൂടെയുള്ളവ അല്ലെങ്കിൽ പുരുഷാരം മിണ്ടാതിരിക്കുവാൻ പറഞ്ഞിട്ടും ആ സത്യസന്ധമായ നിലവിളി അല്ലെങ്കിൽ തൻ്റെ ആഗ്രഹം, തൻ്റെ വിടുതൻ്റെ ഒരു ആവശ്യകത തൻ്റെ ജീവിതത്തിൽ സത്യസന്ധമായിരുന്നത് കൊണ്ട് അതിനെ എന്ത് ചെയ്യുന്നു, ആർക്കും തടയപ്പെടുവാൻ കഴിഞ്ഞില്ല. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഈ പൽക്കാലം പറയട്ടെ, ആവശ്യബോധത്തോടെ നീ സത്യസന്ധമായിട്ട് നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതിബന്ധങ്ങളെ കണ്ട് നീ മാറി നിൽക്കാതെ നീ കർത്താവിനോട് നിലവിളിക്കുന്ന വ്യക്തിയാണോ, നിന്റെ വിഷയത്തിന്റെ നടുവിൽ കർത്താവ് നിൽക്കും. ഹല്ലേലൂയ. അവിടെ നിന്നിട്ട് ആ മനുഷ്യനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അവനെ വിളിച്ച് അടുത്ത് കൊണ്ടുവരുവാനായിട്ട് പറഞ്ഞു. ആ കർത്താവിന്റെ അടുക്കിലേക്ക്, സമീപസ്ഥനായിട്ട് കർത്താവിന്റെ അടുക്കിലേക്ക് ആ മനുഷ്യനെ എത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഈ പകൽക്കാലം സത്യസന്ധമായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ ഒരു വിടുതലിന് വേണ്ടി നിലവിളിക്കുന്ന ദൈവ പൈതലേ, നിന്റെ സമീപസ്ഥനായിരിക്കുന്ന കർത്താവ് നിന്നെ വിടുവിച്ച് രക്ഷിക്കുവാനായിട്ട് ഇടയെത്തിരും, നിന്നെ സൗഖ്യമാക്കുവാനായിട്ട് ഇടയെത്തിരും. നിന്റെ ജീവിതത്തിനകത്ത് ഏത് മേഖലയ്ക്കകത്താണോ നീ ഒരു വിടുതൽ ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിക്കുന്നത്, കർത്താവിന്റെ സന്നിധിയിൽ നെടുമ്പാട് വീഴുന്നത്, ആ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ കരം വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ കാണുവാൻ ശ്രദ്ധിക്കുന്നു, യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥനായിരിക്കുന്ന ദൈവം. നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നതിൽ ഒരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ പ്രിയ ദൈവമക്കളെ, നമ്മുടെ സമീപസ്ഥനായിട്ട് കർത്താവ് ഉണ്ട്. നമ്മൾ വിശ്വസിക്കണം, ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന കർത്താവിന്റെ സമീപസ്ഥനായിട്ടുണ്ട്. നമ്മുടെ ഏത് വിഷയത്തിനും പരിഹാരം തരുവാൻ മതിയായ കർത്താവ് നമ്മുടെ അരികത്ത് ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ആ സമീപസ്ഥനായിരിക്കുന്ന കർത്താവ് അവിടെ ചെയ്യുന്ന വിടുതലിനെ പറ്റി അവിടെ കാണുവാൻ സാധിക്കുന്നത്, തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. അപ്പോൾ ഒന്നാമത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ഹല്ലേലൂയ, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു ദൈവ പൈതന്റെ അടുക്കലേക്ക് ദൈവം സമീപസ്ഥനായിട്ടുണ്ട്. അപ്പം നമ്മുടെ സമീപസ്ഥനായിട്ട് തന്നെ കർത്താവുണ്ട്. അകലത്തെ അല്ല, നാം ഒത്തിരി ദൂരം നടന്നു പോയി കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, നാം കയ്യെത്തി പിടിക്കുന്ന രീതി. അത് പത്രോസ് കടലിലേക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നു, നീന്തി നടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ തന്നിലേക്കൊന്ന് നോക്കിയപ്പോൾ തന്റെ വിശ്വാസത്തിൽ ഡൗൺ ആയി കഴിഞ്ഞ, താൻ കടലിൽ കൂടിയാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞപ്പോ, പെട്ടെന്ന് അത് ഡൗൺ ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന യേശു കർത്താവ് കയ്യെത്തി പത്രോസിനെ പിടിച്ചു. എന്റെ പ്രിയ ദൈവമക്കളെ, ഞാൻ പറയട്ടെ, നമ്മുടെ കയ്യെത്തി പിടിക്കുന്ന രീതിയെ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന, അതുകൊണ്ടാണ് പത്രോസ് പാപം കർത്താവിനെ തള്ളിപ്പറയുമ്പോഴും ആ കണ്ണിന്റെ അകലത്തിനകത്ത് എന്ത് ചെയ്യുന്നു, യേശു കർത്താവ് ഉണ്ടായിരുന്നു. ആ ഒരു നോട്ടം കൊണ്ട് അവന്റെ ജീവിതത്തിൽ പാപബോധം ഉണ്ടായത്. അങ്ങനെയെങ്കിൽ നമ്മുടെ സമീപസ്ഥനായിട്ട്, നമ്മുടെ ഏത് സാഹചര്യത്തിന്റെ മധ്യത്തിൽ നമ്മുടെ സമീപസ്ഥനായിട്ട് യേശു കർത്താവ് ഉണ്ട്. ആ ഒരു ഉറപ്പുണ്ടായിരിക്കണം. നമ്മുടെ ഹൃദയത്തെ കാണുന്ന ദൈവം, നമ്മുടെ ഇരിപ്പ്, നമ്മുടെ നടപ്പ്, നമ്മുടെ സംസാരത്തെ എല്ലാം കാണുന്ന ഒരു സർവശക്തനായ ദൈവം നമ്മുടെ സമീപസ്ഥനായിട്ടുണ്ട്. ഈ പകൽക്കാലം നീ ആയിരിക്കുന്ന ഏത് വിഷയത്തിന്റെ നടുവിലും നീ തനിച്ചല്ല, കർത്താവ് നമ്മുടെ സമീപസ്ഥനായിട്ട് കൂടെയുണ്ട്. ആ കർത്താവിന്റെ കരം ഈ പകൽക്കാലം നമ്മെ അധികമായിട്ട് തൊടുവാനായിട്ട് ഇടയായിത്തീരാം. ആ സാന്നിധ്യം നമ്മെ ബലപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരാം. ആ സമീപസ്ഥനായിരിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഒരു ദൈവ പൈതന്റെ ജീവിതത്തിനകത്ത് നടക്കുന്ന ചില വിടുതലിനെ പറ്റി ഇവിടെ കാണുവാൻ സാധിക്കുന്നത്, ആ സമീപസ്ഥനായിരിക്കുന്ന ദൈവം തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. ഒന്നാമത് കാണുവാൻ സാധിക്കുന്നുണ്ട്, ഒരു ദൈവ പൈതൽ സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവന്റെ സമീപസ്ഥനായിട്ടിരിക്കും. രണ്ടാമത് ഇവിടെ കാണുവാൻ സാധിക്കുന്നു, തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. പ്രിയ ദൈവ പൈതലെ, നീ ദൈവഭക്തിയോടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതലാണോ? നിന്റെ വിളിച്ചപേക്ഷയും നീ ദൈവത്തെ ആരാധിക്കുന്ന, നീ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിലൊക്കെയോ ഒരു സത്യസന്ധത ഉണ്ടോ, ഒരു ദൈവഭക്തി ഉണ്ടോ? ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, അവന്റെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിക്കും. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന ഒരു സർവശക്തനായ ദൈവം ഈ പകൽക്കാലം നിന്റെ സമീപസ്ഥ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേർക്ക് ഈ പകൽക്കാലം വിശ്വസിക്കുവാനായിട്ട് കഴിയും? ഹല്ലേലൂയ. അതെ, തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. നിന്റെ ആഗ്രഹത്തെ, ഹല്ലേലൂയ, ഈ 2024 ആരംഭത്തിൽ ചില ആഗ്രഹങ്ങൾ നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എവിടേക്കോ കടന്നു വന്ന അനുഭവങ്ങൾ കാണുമായിരിക്കാം. ഇനി അത് നടക്കത്തില്ല, ഇനി അതിനുള്ള ടൈമില്ല എന്ന് പറഞ്ഞ് മാറ്റുമ്പോഴും ഈ പകൽക്കാലം പരിശുദ്ധാത്മാവിന് നിന്നോട് പറയാനായിട്ടുള്ളത്, സത്യസന്ധമായി ദൈവത്തെ വിളിച്ചപേക്ഷിച്ച ദൈവ പൈതലേ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ നിറവേറ്റി തരുവാൻ മതിയായ സർവശക്തനായ ദൈവ നിന്റെ സമീപസ്ഥനായിട്ടുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവ് നിന്റെ ജീവിതത്തിന് അത്ഭുതം ചെയ്യും. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം
ഒരു ദൈവഭക്തിയോട് ജീവിക്കുന്ന വ്യക്തിയാണോ, അവന്റെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അതുകൊണ്ട് 20-ാം സങ്കീർത്തനത്തിൽ കാണും, നിന്റെ ഹൃദയത്തിൽ ആഗ്രഹം അവൻ നിനക്ക് നിറവേറ്റി തരും. ഹല്ലേലൂയ. അതേ, നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളെ നിർവഹിച്ചു തരുന്ന ഒരു സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് കടന്നു വരുമ്പോ തന്റെ ഭക്തനായിരുന്ന പൗലോസിന്റെ ജീവിതത്തിനകത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമായിരുന്നു റോമിലേക്ക് കടന്നുപോയി എന്റെ കർത്താവിനെ കുറിച്ച് സുവിശേഷം പറയണം എന്നുള്ളത്. ആ ഒരു ആഗ്രഹത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 23-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോ അത് ദൈവത്തിന്റെ ആഗ്രഹം ആലോചനയാക്കി അങ്ങ് മാറ്റുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ പറയുന്നുണ്ട്, രാത്രി കർത്താവ് അവന്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കുക, നീ എന്നെ കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു ആഗ്രഹമായിരുന്നു റോമിൽ കടന്നു പോകുക, കർത്താവിനെ കുറിച്ച് സാക്ഷീകരിക്കുക എന്നതൊക്കെയാ. എന്നാൽ ആ ആഗ്രഹത്തെ ദൈവത്തിൻ്റെതാക്കി മാറ്റുവാനായിട്ട് ഇടയായി തീർന്നു, ദൈവത്തിന്റെ ആലോചനയാക്കി മാറ്റുവാനായിട്ട് ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എവിടേക്ക് കടന്നു വന്നില്ലേ, ഇതിനകത്തൊരു വിടുതൽ ലഭിച്ചിരുന്നുവെങ്കിൽ, ഈ കാര്യം ഒന്ന് സാധിച്ചിരുന്നുവെങ്കിൽ, എന്റെ തലമുറയുടെ ജീവിതത്തിനകത്തൊരു വിടുതൽ ലഭിച്ചിരുന്നുവെങ്കിൽ, എന്റെ കുടുംബ ജീവിതത്തിന് ഇങ്ങനെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു വിടുതൽ ലഭിച്ചിരുന്നുവെങ്കിൽ എന്നൊക്കെയാ എവിടേക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം കടന്നു വന്നില്ലേ, കർത്താവിന് വേണ്ടി കുറച്ചുകൂടെ നിൽക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ എന്റെ ആത്മീയ ജീവിതത്തിനകത്ത് കർത്താവുമായുള്ള ബന്ധത്തിലും ശുശ്രൂഷയില ഒന്നുകൂടി വർദ്ധിച്ചു വരുവാനായിട്ട് കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന ഉള്ളിന്റെ ഉള്ളിൽ കടന്നു വന്ന ചില ആഗ്രഹങ്ങൾ, ചില തേങ്ങലുകൾ, ചില തോന്നലുകൾ എന്നൊക്കെ നാം പറയാറില്ലേ, അതിനെ എന്റെ ദൈവം ഈ പകൽക്കാല തന്റെ ആലോചനയാക്കി മാറ്റുവാനായിട്ട് ഇടയായി തീരാ. നമ്മുടെ ആഗ്രഹത്തെ കൊണ്ട് നടന്നാൽ ചിലപ്പോൾ നമുക്കൊന്നും പ്രാപിക്കാൻ കഴിയില്ല, പക്ഷേ നമ്മുടെ ആഗ്രഹത്തെ ദൈവത്തിന്റെ ആലോചനയാക്കി ദൈവം മാറ്റിക്കഴിയുമ്പോ അതിനെ നിറവേറ്റി തരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. 2024 ആരംഭത്തെ നീ കൊണ്ട് നടന്ന ചില ആഗ്രഹത്തെ ഈ ലാസ്റ്റ് ടൈമിൽ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ആലോചനയാക്കി മാറ്റിക്കൊണ്ട് നിന്നെ അവിടെ എത്തിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഇവിടെ കാണുവാൻ സാധിക്കുന്നു ആ ഒരു ആഗ്രഹം അത് ദൈവത്തിന്റെ ആലോചനയായി മാറിക്കഴിഞ്ഞപ്പോ പൗലോസിന്റെ ജീവിതത്തിൽ ഉടനീളം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കൊടുങ്കാറ്റുകളും ഈശാനമൂലന്റെ കാറ്റുകളും കപ്പൽ ചെയ്തു ഇതൊക്കെയും ഉണ്ടാകുവാനായിട്ട് ഇടയെത്തുന്നു. പക്ഷെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അവിടെയൊന്ന് പ്രാണന് ഹാനി വരാതോണ ഒരു ദോഷവും സംഭവിക്കാതെ വേണം എത്തിക്കുമെന്ന് പറഞ്ഞ ഇടത്ത് എത്തുവാനായിട്ട് ഇടയായി തീർന്നു. 28-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു, റോമിൽ എത്തിയ ശേഷം എത്തത്തില്ല എന്ന് പറഞ്ഞ് അവരവിടെ എത്തിക്കത്തില്ല എന്ന് പറഞ്ഞ് പലതും അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു. അവർക്കെതിരായി പ്രതികൂലങ്ങൾ കടന്നു വന്നു, കൊടുങ്കാറ്റുകൾ കടന്നു വന്നു. അവർക്ക് എന്ത് ചെയ്യുന്നു, അവരുടെ ആശ നഷ്ടപ്പെട്ടു, രക്ഷപ്പെടുമെന്നുള്ള ആശയൊറ്റയ്ക്കും അറ്റുപോകുന്ന അനുഭവത്തിൽ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും കർത്താവിന്റെ ദൂതൻ പൗലോസിന്റെ അടുക്കൽ ഇറങ്ങി ചെന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഭയപ്പെടേണ്ട, നിന്നെ അവിടെ എത്തിക്കും. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, പൗലോസേ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു, നിന്നോട് യാത്ര ചെയ്യുന്നവരൊക്കെ ദൈവം നിന്നെയൊക്കെ ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ഒന്നും നഷ്ടപ്പെടുവാനായിട്ട് അല്ലെങ്കിൽ നശിച്ചു പോകാനായിട്ട് ദൈവം അനുവദിച്ച് കൊടുത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിന്റെ ഒരു ആഗ്രഹത്തെ നിറവേറ്റേണ്ടതിനു വേണ്ടി ഏതെല്ലാം കൊടുങ്കാറ്റുകൾ കടന്നു വന്നാലോ ആ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ ആഗ്രഹത്തെ ദൈവം നിന്റെ ജീവിതത്തിൽ നിറവേറ്റി തരും. അതേ, നമുക്ക് സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെ, അവർക്കെതിരായി അടിച്ച കൊടുങ്കാറ്റിനെ ദൈവം ശാന്തമാക്കി എന്ന് കാണുവാൻ സാധിക്കും. 107-ാം സങ്കീർത്തനത്തിൽ കാണുന്നു, അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, തിരമാലകൾ അടങ്ങി, ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു, അവർ ആഗ്രഹിച്ച തുറമുഖത്തെ അവനവരെ എത്തിച്ചു. ആമേ. ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, നീ എത്തേണ്ടടുത്ത് എത്താതെ വണ്ണം, സ്തോത്രം, നിന്നെ തകർക്കുവാൻ നോക്കുന്ന, നീ ആഗ്രഹിച്ച ആഗ്രഹത്തിലേക്ക് അല്ലെങ്കിൽ ആഗ്രഹിച്ച സ്ഥലത്തേക്ക്, ആഗ്രഹിച്ച ഒരു വിടുതലിലേക്ക് നിന്നെ എത്തിക്കാതെ വേണം, നിന്റെ ജീവിതത്തിനെതിരായി ആഞ്ഞടിച്ച കൊടുങ്കാറ്റിനെ എന്റെ സ്വർഗത്തിലെ ദൈവം ഇന്ന് ശാന്തമാക്കുവാനായിട്ട്
ഇടയായി തരാ. എത്ര തന്നെ നീ ഒതുക്കുവാൻ നോക്കിയിട്ട്, നീ എത്ര തന്നെ ശ്രമിച്ചിട്ട് ചിലടത്ത് എത്തിപ്പിടിക്കുവാൻ കഴിയാതെ, ചിലടത്ത് കാലെടുത്ത് വയ്ക്കുവാൻ കഴിയാതെ, ഒരു വിടുതലിലേക്ക് പ്രവേശിപ്പാൻ കഴിയാതെ വേണം നീ പലതിനകത്തും നിന്നെ കാറ്റിനകത്തിട്ട് ആടി ഉലച്ചു കളയുമ്പോ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, നിന്നെ ജീവിതത്തിനെതിരായി അടിച്ചടിക്കുന്ന കൊടുങ്കാറ്റിനെ കർത്താവ് ശാന്തമാക്കും. ഹല്ലേലൂയ. തിരമാലകൾ അടങ്ങും. ഹല്ലേലൂയ. എത്ര തന്നെ അടങ്ങത്തില്ല എന്ന് പറഞ്ഞ് ആഞ്ഞടിക്കുന്ന തിരമാലകൾ ആയിരുന്നാലും നിന്റെ ജീവിതത്തിനകത്ത് നിന്റെ ആഗ്രഹത്തെ പൂർത്തീകരിക്കേണ്ട ടൈമില് അതിനെ അടക്കുന്ന ഒരു സർവശക്തനായ ദൈവം അതിനെ അടക്കുവാനായിട്ട് ഇടയായി തീരും. കാറ്റിനെയും കടലിനെയും ശ്വാസിച്ചതായ ദൈവം അതിനോട് അടങ്ങുവാൻ പറഞ്ഞപ്പോ അത് അനങ്ങാതെ ഇരുന്നുവെങ്കിൽ നിന്റെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിനെതിരായിട്ട്, നിന്റെ ജീവിതത്തിന്റെ വിടുതലിനെതിരായിട്ട് നിൽക്കുന്ന കാറ്റിനെ കർത്താവ് ഇന്ന് ശാന്തമാക്കിയിട്ട് തിരമാലകളെ കർത്താവ് അടക്കും. അവിടെ കാണുവാൻ സാധിക്കുന്നു. ശാന്തത വന്നു, ഒരു സ്വസ്ഥത വന്നു, ഒരു സമാധാനം വന്നു. ഹല്ലേലൂയ. അവർ സന്തോഷിച്ചു എന്ന് കാണുവാൻ സാധിക്കുന്നു. അപ്പൊ അവർക്ക് ആ കൊടുങ്കാറ്റ് മുഖാന്തരമായിട്ട്, ആ തിരമാലകൾ മുഖാന്തരമായിട്ട് അവർക്ക് സന്തോഷിക്കാൻ പറ്റാത്ത ഒരു അനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതിനെയാ യഹോവയെ ദൈവം കർത്താവ് എന്ത് ചെയ്യുന്നത്? ശാന്തമാക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അവിടെ കാണാൻ സാധിക്കുന്നു. അവർ ആഗ്രഹിച്ച തുറമുഖത്തെ യഹോവ അവരെ എത്തിച്ചു. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവവൈതലേ, നിന്നെ എത്തിക്കത്തില്ല എന്ന് പറഞ്ഞ് എത്ര തന്നെ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിച്ചാലും നിന്നെ എത്തിക്കേണ്ട സർവശക്തനായ ദൈവം നിന്റെ പടകിലുണ്ട്, നിന്റെ സമീപത്തുണ്ട്. നിന്റെ തലമുറയുടെ ജീവിതത്തിനകത്ത് അവരെ ആഗ്രഹിച്ച ഒരു തുറമുഖം കാണുമായിരിക്കാം, നീ ആഗ്രഹിച്ച ഒരു തുറമുഖം കാണുമായിരിക്കാം. അവിടെ എത്തിക്കത്തില്ല എന്ന് പറഞ്ഞ് അവരെ ചുറ്റിക്കുവാനായിട്ട് ഇടയായിത്തീരുമ്പോ ചില കൊടുങ്കാറ്റുകൾ കൊണ്ടിട്ട് വിടുതലിനെ തടയപ്പെടുമ്പോ ഈ 2024 ഒരു വിടുതലിലേക്ക് പ്രവേശിപ്പിക്കത്തില്ലെന്ന് പറയുമ്പോ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ, എന്റെ സ്വർഗത്തിലെ ദൈവം, നിന്റെ സമീപസ്ഥനായിരിക്കുന്ന ദൈവം, നിന്റെ ഉടയവൻ ചില കൊടുങ്കാറ്റിനെ ശാന്തമാക്ക, ചില തിരമാലകൾ അടങ്ങുവാനായിട്ട് ഇടയായിത്തീരാ. അവർ ആഗ്രഹിച്ച തുറമുഖത്തെ ദൈവം നിന്നെ കൊണ്ട് എത്തിക്കുന്ന പകൽക്കാലമത്രേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിനെതിരായി ആഞ്ഞടിക്കുന്ന ചില കൊടുങ്കാറ്റുകളെ, ഈശാന മൂലൻ എന്ന കൊടുങ്കാറ്റുകളെ സ്വർഗത്തിലെ ദൈവം ഈ പകൽക്കാലം ശാന്തമാക്കിയ നിനക്ക് സന്തോഷം ഉണ്ടാകും. നിന്റെ ജീവിതത്തിനകത്തൊരു ശാന്തത വെളിപ്പെടും. തിരകൾ ആഞ്ഞടിക്കുമ്പോ ഹൃദയം പിടയുന്നില്ലേ? പിടിച്ചു നിർത്തുവാൻ നോക്കിയിട്ട് മനസ്സ് പിടിച്ചു നിർത്താൻ കഴിയാതെ ഒരു പേപ്പർ കാറ്റടിച്ച് മാറി മാറി പോകുന്നത് പോലെ നിന്റെ ജീവിതം ആഞ്ഞു ഉലഞ്ഞുകൊണ്ടിരിക്കുമ്പോ, നിനക്ക് കൈ കൊണ്ട് പിടിച്ചു നിർത്താൻ പറ്റാത്തതുപോലെ നിന്റെ മനസ്സ് ഉലയുമ്പോ ഈ പകൽക്കാലം പരിശുദ്ധാത്മാ വിളിച്ചു പറയുന്നു, നിന്നെ ഉറപ്പിക്കുന്ന, നിന്റെ ജീവിതത്തിനകത്ത് ശാന്തത വരുത്തുന്ന സർവശക്തനായ ദൈവം നിന്റെ സമീപസ്ഥയുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. ഹല്ലേലൂയ. ദൈവ പൈതലേ, നിന്റെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. മനുഷ്യരോട് നാം ചിലപ്പോൾ ആഗ്രഹങ്ങൾ പറഞ്ഞിരിക്കാം, അവർ ചിലപ്പോൾ നമ്മെ സഹായിച്ചെന്നില്ലായിരിക്കാം. പക്ഷെ നിന്റെ ആഗ്രഹത്തെ കാണുന്ന ഒരു ദൈവം, നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ തോന്നുന്ന ചെറിയൊരു ആഗ്രഹത്തെ വരെയും കാണുന്ന ഒരു സർവശക്തനായ ദൈവം ഈ പകൽക്കാലം നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അടുത്ത ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും എന്ന് കാണുവാൻ സാധിക്കുന്നു. അപ്പൊ ആഗ്രഹത്തെ സാധിപ്പിക്കുക മാത്രമല്ല, അവിടെ കാണുവാൻ സാധിക്കുന്നു അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. നിന്നെ രക്ഷിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. പ്രിയ ദൈവത്തിലെ നീ നിലവിളിക്കുമ്പോ മാറിപ്പോകുന്ന ഒരു കർത്താവല്ല, നിന്റെ സമീപസ്ഥനായിരിക്കുന്ന കർത്താവ്. ഞാൻ പറഞ്ഞു അവിടെ കർത്താവ് നിൽക്കും. ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ, ബർത്തലോമായി നിലവിളിച്ചു, കർത്താവിടെ നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. നിന്റെ നിലവിളിയെ മറികടക്കാൻ കഴിയില്ല. നിന്റെ ആത്മാർത്ഥതയുള്ള നിലവിളി, നിന്റെ സത്യസന്ധമായുള്ള നിലവിളിയുടെ മുമ്പാകെ കർത്താവ് നിൽക്കും. കർത്താവ് നിന്നിട്ട് ചോദിക്കും, എന്താ ചെയ്തു തരേണ്ടത്?
ഈ പകൽക്കാലം കർത്താവിന്റെ ചില ശബ്ദങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ഞാൻ എന്താ നിനക്ക് ചെയ്തു തരും, നീ എന്തിനാ ഇത്രത്തോളം നിലവിളിക്കുന്നത്? ഹല്ലേലൂയ. പ്രിയ ദൈവം, ഇതിലേ നിന്റെ ജീവിതത്തിനകത്തുനിന്ന് രക്ഷിപ്പാൻ കഴിയുന്ന, നീ കടന്നു പോകുന്ന വിഷയത്തിനകത്തുനിന്ന് രക്ഷിപ്പാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അവർ തങ്ങളുടെ കഷ്ടത യഹോവയോട് നിലവിളിച്ചു, അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. നിന്റെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ഒരു സർവശക്തനായ ദൈവം. അവർ തങ്ങളുടെ കഷ്ടത യഹോവയോട് നിലവിളിച്ചു, അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. രക്ഷിപ്പാനും വിടുവിപ്പാനും കഴിയുന്ന സർവശക്തനായ ദൈവമത്രേ നമ്മുടെ സമീപസ്ഥനായിരിക്കുന്നത്. ഹല്ലേലൂയ. നിന്നിട്ട് നമ്മെ വേദനിപ്പിക്കുന്ന ഒരാളല്ല, നമ്മുടെ ജീവിതത്തിൽ ടെൻഷൻ വർദ്ധിപ്പിക്കുന്ന ഒരു സർവശക്തനായ ദൈവമല്ല നമ്മുടെ കൂടെയുള്ളത്. മറിച്ച് നമ്മുടെ ടെൻഷനുകളെ അകറ്റിക്കളയുന്ന, നമുക്ക് സമാധാനം നൽകുന്ന, നമുക്ക് ശാന്തത നൽകുന്ന, നമ്മെ രക്ഷിപ്പാൻ കഴിയുന്ന, നമ്മെ വിടുവിപ്പാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ആ ദൈവം നമ്മുടെ നിലവിളിയെ കേൾക്കുവാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ നിലവിളി കേട്ട് മറുപടി തന്ന് നമ്മെ രക്ഷിക്കുവാനായിട്ട് ഇടയായിത്തീരാം. പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന്റെ 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 8-7 മുതലുള്ള വാക്യങ്ങളിലൊക്കെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരുടെ കഷ്ടത കണ്ടത് ദൈവം. മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊരിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങളെ അറിയുന്നു. പ്രിയ ദൈവ പൈതലേ, നിന്റെ സങ്കടങ്ങളെ അറിയുന്ന ദൈവം, നിന്റെ നിലവിളിയെ കേൾക്കുന്ന ദൈവം, നിന്റെ ഞെരുക്കത്തെ കാണുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഈ പൽക്കാലം നീ അനുഭവിക്കുന്ന ചില ഞെരുക്കങ്ങളില്ലേ, ചില കഷ്ടതകളില്ലേ, ചില സങ്കടങ്ങളില്ലേ, ആരോടും പറയാതെ കൊണ്ട് നടക്കുന്ന ഭവനത്തിനകത്ത് തന്നെ നീ അഭിമുഖീകരിക്കുന്ന ചില സങ്കടത്തിന്റെ അനുഭവങ്ങൾ ആരോടും ഷെയർ ചെയ്യുവാൻ കഴിയാതെ നീ ഒതുക്കിക്കൊണ്ട് നടക്കുമ്പോ ഈ പൽക്കാലം പറയട്ടെ, നിന്റെ സങ്കടത്തിന്റെ ആഴത്തെ അറിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവ് എന്ന് നീ ആ സങ്കടത്തിന്റെ ആഴത്തെ മുങ്ങിത്താഴുവാ ദൈവം അനുവദിച്ചു കൊടുക്കേല. കർത്താവ് നിന്നെ കാണുന്നതായ സമീപസ്ഥനായിരിക്കുന്ന കർത്താവ് നിന്നെ അതിനകത്തുനിന്ന് രക്ഷിക്കുവാനായിട്ട് ഇടയെത്തരും, നിന്നെ അതിനകത്തുനിന്ന് വിടുവിക്കുവാനായിട്ട് ഇടയെത്തരും. ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രയീമേ, അവരെ ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ആകെയാ നീ വരിക എന്ന് പറഞ്ഞ് മിസ്രയിൽ നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവരേണ്ടതിനായിട്ട് മോശയെ എഴുന്നേൽപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഇന്ന് നീ കഷ്ടത അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ചില ഞെരുക്കത്തിന്റെ അനുഭവത്തിൽ കൂടി നീ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ചില ഹല്ലേലൂയ കണ്ണുനീരിന്റെ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നുവെക്ക്, എന്റെ കർത്താവ് നിന്നെ വിടുവിക്കുവാനായിട്ട് ഇടയായിത്തീരും, നിന്നെ രക്ഷിക്കുവാനായിട്ട് ഇടയായിത്തീരും. അവരുടെ നിലവിളി കേട്ട് ഞാൻ അവരെ രക്ഷിക്കുമെന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നമ്മെ രക്ഷിപ്പാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം നമ്മുടെ സമീപസ്ഥനായിട്ട് ഉണ്ട്. ഹല്ലേലൂയ. അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. നിന്റെ നിലവിളി കേട്ട് മാറിപ്പോകുന്നൊരു കർത്താവല്ല, നിന്റെ നിലവിളി കേട്ട് രക്ഷിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഈ പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഞാൻ പറയുവാനായിട്ട് ഇടയെത്തീർന്നു. നമ്മുടെ സമീപസ്ഥനായിരിക്കുന്ന ദൈവം നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നമുക്ക് വേണ്ടി നിർവഹിച്ചു തരും. ഹല്ലേലൂയ. നിറവേറ്റി തരുന്ന ഒരു ദൈവം, സാധിപ്പിച്ചു തരുന്ന ഒരു ദൈവം. ദൈവം നിനക്ക് വേണ്ടി ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയ ദൈവമക്കളെ, നാം അതിന്റെ പിന്നാലെ മറ്റൊന്നിനെ ആശ്രയിക്കേണ്ട. ദൈവം നമുക്ക് വേണ്ടി അത് സാധിപ്പിച്ച് തരും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവവചനത്തിൽ ഉടനീളം നമുക്കത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, പൗലോസിന്റെ ജീവിതത്തിനകത്ത് അതങ്ങനെ സംഭവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവരുടെ നിലവിളുടെ മധ്യത്തിൽ ഇസ്രായേൽ ജനതയെ ദൈവം വിടുവിക്കുവാനായിട്ട് ഇടയായി തീർന്നു, അവരെ രക്ഷിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞാനും നിങ്ങളും നിലവിളിക്കുമ്പോ നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു സർവശക്തനായ ദൈവം നമ്മെ രക്ഷിക്കുവാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം നിറവേറ്റി തരുവാനായിട്ട് ഇടയായിത്തീരും. ഒത്തിരി ആഗ്രഹങ്ങളുമായിട്ട് നീ മുന്നോട്ട് പോകുമ്പോൾ ഇനി ഇതിനകത്തൊരു വിടുതൽ ലഭിക്കുമോ എന്ന ചോദ്യവും നമ്മുടെ ജീവിതത്തിനകത്ത് ഉയരുന്നുണ്ടായിരിക്കാം. ഈ വർഷവും ഇങ്ങനെ അങ്ങ് പോട്ടെ, എന്റെ ജീവിതത്തിലെ ആഗ്രഹങ്ങളൊക്കെ ഒത്തിരി ബാലൻസ് എന്ന് പറഞ്ഞ് കിടക്കുമ്പോൾ ഒരു ദൈവഭക്തന്റെ ആഗ്രഹത്തെ ഹല്ലേലൂയ പെൻഡിങ്ങിലേക്ക് ഇട്ട് കളയാതെ, വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇട്ട് കളയാതെ നിറവേറ്റി തരുന്ന ഒരു ദൈവമുണ്ട്. അതിനെ സാധിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. സാഹചര്യങ്ങൾ ഒന്നും ഇല്ല എങ്കിലും
എല്ലാ പ്രതികൂലം ആണെങ്കിലും എത്ര കൊടുങ്കാറ്റുകൾ കൊണ്ട് അടുപ്പിച്ച് നിന്നെ ആ ദൈവിക വിടുതലിൽ നിന്ന് ഒത്തിരി അകറ്റിക്കളഞ്ഞാലും നീ ദൈവഭക്തിയോട് ജീവിക്കുന്ന വ്യക്തിയാണോ, ഈ പകൽക്കാലം പറയട്ടെ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിക്കും. നിന്റെ കുടുംബത്തിൽ ദൈവം ചില വിടുതലുകൾ തരുവാനായിട്ട് ഇടയായിത്തീരാ. അതേ സ്തോത്രം, നാളുകളായിട്ട് ദൈവസന്നി പ്രാർത്ഥിക്കുന്ന ചില വിടുതലിന് വേണ്ടിയുള്ള ചില പ്രാർത്ഥനകളില്ലേ, കർത്താവേ എൻ്റെ ആഗ്രഹം ഇതാ, എനിക്കത് നിറവേറ്റി തരണമേ. സാഹചര്യങ്ങൾ ഒന്നുമില്ലാതിരിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ കടന്നു വരുന്ന ചെറിയ ചെറിയ ആഗ്രഹങ്ങളില്ലേ, അതിനെ സാധിപ്പിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. എത്ര തന്നെ പ്രയാസങ്ങൾ കടന്നു വന്നാലും, എത്ര തന്നെ കോളിളക്കങ്ങൾ അതിനെതിരെ സൃഷ്ടിച്ചു കഴിഞ്ഞാലും, പ്രിയ ദൈവപൈതലേ, നിന്റെ ആഗ്രഹത്തെ കണ്ട് അതിനെ മുദ്രയിടുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആ ആഗ്രഹത്തെ ദൈവത്തിന്റെ ആലോചനയാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും അതിനെ തൊടാൻ കഴിയില്ല. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ ചില ആഗ്രഹങ്ങളെ ദൈവത്തിന്റെ ആലോചനയാക്കി ദൈവം മാറ്റാൻ പോകുക. സ്തോത്രം, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം അങ്ങനെ ഒരു അനുഭവത്തെ ദൈവം തമ്പുരാൻ വെളിപ്പെടുത്താൻ പോകുക. നീ ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ച് നടക്കുന്നില്ലേ, ഒരു വിടുതൽ നടക്കാതിരിക്കുമ്പോൾ ഈ പകൽക്കാലം നിന്റെ സമീപസ്ഥനായിരിക്കുന്ന ദൈവവും നിന്റെ ആഗ്രഹവും തമ്മിൽ ഒരു ലിങ്ക് ചെയ്യാൻ പോകുക. ആ ലിങ്കിനകത്ത് നിന്റെ വിടുതൽ നടക്കും. അത് സാധിച്ചു വരുവാനായിട്ടിടയെത്തിനും സ്വർഗത്തിലെ ദൈവം അത് സാധിപ്പിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നെഹമ്യാവ് പറഞ്ഞു, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ച് തരും. ഹല്ലേലൂയ. അതെ, നമുക്ക് കാര്യം സാധിപ്പിച്ച് തരുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഉണ്ട്. പ്രിയ ദൈവമക്കളെ, ഈ ലോകത്തിലുള്ളവർ സാധിപ്പിച്ച് തരുമെന്നല്ല നെഹമ്യാവ് പറഞ്ഞത്. നെഹമ്യാവ് പറയുവാനായിട്ടിടയെത്തുന്നു, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ച് തരും. നീ രാജാവിനോട് മത്സരിക്കുവാൻ നിൽക്കുന്നുവോ, നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് തോബിയാവും ഫ്രണ്ട്സും ഒക്കെ പറയുവാനായിട്ടിടയെത്തുന്നപ്പോ ആ പരിഹസിച്ചവരുടെ നടുവെ, നിന്ദിച്ചവരുടെ നടുവിൽ നിന്നുകൊണ്ട് നെഹമ്യാവ് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. അങ്ങനെയൊക്കെ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിനക്ക് വേണ്ടി കാര്യങ്ങളെ സാധിപ്പിച്ചു തരുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ആ ദൈവം ഈ പകൽക്കാലം നിന്റെ ആഗ്രഹത്തെ സാധിപ്പിക്കേണ്ടതിനായിട്ട് നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന പകൽക്കാലം അത്രേ. നിന്നെ നിന്ദിച്ചവരുടെ മധ്യത്തെ എന്റെ ദൈവത്തിന്റെ സഹായത്താ ഇത് സാധിച്ചു എന്ന് പറയത്തക്ക രീതിയിൽ, നിന്നെ നിന്ദിച്ചവർ കാണുകയും കേൾക്കുകയും ഗ്രഹിക്കത്തക്ക രീതിയിൽ എന്റെ സ്വർഗത്തിലെ ദൈവം നിന്റെ ആഗ്രഹത്തെ, ഹല്ലേലൂയ, ഈ പകൽക്കാലം സാധിപ്പിക്കുവാനായിട്ടിടയെത്തിരും. അവരാഗ്രഹിക്കുന്നത് ഒരിക്കലും ഇനി ഇത് സാധിക്കാൻ പോകുന്നില്ല, നിന്നെ കൊണ്ട് ഇത് കഴിയത്തില്ല. ഹല്ലേലൂയ. ഇതൊക്കെ അവർ ചിന്തിക്കുന്നത്. പൗലോസിന്റെ ജീവിതത്തിലും കാണാൻ സാധിക്കുന്നു. രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ പോയി, അവരുടെ പ്രതീക്ഷകൾ വരെ അസ്തമിച്ചു പോയപ്പോഴും കർത്താവിന്റെ ദൂതൻ ചെന്ന് പറഞ്ഞു, നോ, നീ ഭയപ്പെടേണ്ട. അവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ ഉടയവൻ, നമ്മുടെ ആഗ്രഹത്തെ നിറവേറ്റി തരുവാൻ കഴിയുന്ന ഒരു ഉടയവനെയാ ഞാൻ നിങ്ങളെ സേവിക്കും. നമുക്കൊരു ഉടയവനുണ്ട്. പ്രിയ ദൈവമക്കളെ, നാം തിരിച്ചറിയണം നമ്മുടെ ഉടയവന്റെ ശക്തി, നമ്മുടെ ഉടയവന്റെ പവർ. ഹല്ലേലൂയ. അത് തിരിച്ചറിഞ്ഞിട്ട് നാം ദൈവത്തിന് വേണ്ട മഹത്വം കൊടുക്കുവാനായിട്ട് ഇടയെത്തണം. നമുക്കറിയാം, സ്തോത്രം, ഒരു ഉടയവൻ ഉണ്ടായെങ്കിൽ അതിന്റെ താഴെ നിൽക്കുന്നവരൊന്നും ഒത്തിരി ഭാരപ്പെടേണ്ടി വരികയില്ല. അങ്ങനെയൊക്കെ നമ്മുടെ ഉടയവൻ സ്വർഗത്തിലെ ദൈവം അത്ര. സ്തോത്രം, നമുക്ക് വേണ്ടി കാര്യങ്ങളെ സാധിപ്പിച്ചു തരുവാൻ കഴിയുന്ന, നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റി തരുവാൻ കഴിയുന്ന, അത് നിന്റെ ഭവനത്തിനകത്ത് ഇന്ന് അനുഭവിക്കുന്ന ചില വിഷയങ്ങളകത്ത് വെളിപ്പെടേണ്ട വിടുതലുകളെ ചെയ്തു തരുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കാമോ? നിന്റെ ആഗ്രഹത്തെ ദൈവം നിറവേറ്റാൻ പോകുകയാ. നിന്റെ കുടുംബജീവിതത്തെ കുറിച്ചുള്ള ചില ആഗ്രഹങ്ങളില്ലേ, നിന്റെ തലമുറയെ കുറിച്ചുള്ള ചില ആഗ്രഹങ്ങളില്ലേ, നിന്റെ ആത്മീയ ജീവിതത്തെ പറ്റി, നിന്റെ ശുശ്രൂഷയെ കുറിച്ച് ചില ആഗ്രഹങ്ങളില്ലേ, അതേ സ്തോത്രം, ഇതൊക്കെ നടന്നിരുന്നുവെങ്കിൽ കൊള്ളാമെന്ന് ഉള്ളിന്റെ ഉള്ളിൽ കടന്നു വന്ന ചോദ്യം. ചില ആഗ്രഹങ്ങൾ ചിലപ്പോൾ ആരോട് ഷെയർ പോലും ചെയ്തില്ലായിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, അത് നീ ഷെയർ ചെയ്തില്ല എങ്കിലും നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹത്തെ കടന്നു
കടന്നു വന്നപ്പോൾ തന്നെ ദൈവം തന്റെ ആലോചനയാക്കി മാറ്റിയ വിഷയങ്ങളുണ്ട്. അതിനെ ദൈവം തമ്പുരാൻ ഈ പകൽക്കാല നിന്റെ ജീവിതത്തിനകത്ത് നിറവേറ്റി തരും. ഹല്ലേലൂയ. ഈ 2024 തീരുന്നതിന് മുമ്പേ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ ചില ആഗ്രഹങ്ങളെ കൂടി ദൈവം സാധിപ്പിച്ച് തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൽക്കാലം എത്ര പേർക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിയാം. ഹല്ലേലൂയ. ദൈവീയ ശബ്ദത്തോട് പ്രതികരിക്കുവാനായിട്ട് കഴിയാം. അതേ പ്രിയ ദൈവമക്കളെ, സ്തോത്ര. നിന്റെ ആഗ്രഹത്തെ വിഫലമാക്കി കളയുക, നിന്റെ ആഗ്രഹത്തെ കാറ്റടിപ്പിച്ച് ചിതറിച്ച് കളയുവാൻ നോക്കുന്ന ചില ഈശാന മൂലൻ എന്ന കൊടുങ്കാറ്റിനെ എന്റെ സ്വർഗത്തിലെ ദൈവ ഈ പകൽക്കാലം ശാന്തമാക്കുവാനായിട്ടിടയത്തിര, ചിലത് അടങ്ങുവാനായിട്ടിടയത്തിര. ഇനി നിനക്ക് മുന്നോട്ടുള്ള വഴിയത്രേ, നിന്റെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിലേക്കുള്ള റൂട്ട് തുറക്കുന്ന പകൽക്കാലം അത്രേ. ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി തുറന്ന അതിനാർക്കും മടപ്പാൻ കഴിയില്ല. അങ്ങേക്ക് തന്റെ ഭക്തിയോടെ ജീവിക്കുന്ന ഒരു ദൈവപൈതന്റെ ജീവിതത്തിനകത്ത് തന്റെ ആഗ്രഹത്തെ സാധിപ്പിക്കേണ്ടതിന് വേണ്ടി എന്റെ സ്വർഗത്തിലെ ദൈവ ഈ പകൽക്കാലം ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഞാൻ വായിച്ച ഭാഗത്ത് ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനായിരിക്കും ദൈവം. നിന്റെ സത്യസന്ധതയുള്ള നിലവിളി, നിന്റെ ആഗ്രഹം, ഹല്ലേലൂയ, ഈ പകൽക്കാലം ദൈവം അങ്ങ് മുദ്രയിടുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെയെങ്കിൽ നിന്റെ സമീപസ്ഥനായിരിക്കുന്ന ദൈവം നിന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളെ നിറവേറ്റി തന്ന് ഈ വർഷം നിന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന്റെ വർഷമെന്ന് പറയത്തക്ക രീതിയിൽ ചില ആഗ്രഹങ്ങൾ എന്റെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു, അതൊക്കെ നിറവേറിയ ഒരു വർഷമെന്ന് പറയത്തക്ക രീതിയിൽ നിന്റെ ജീവിതത്തെ ദൈവം മാറ്റുവാനായിട്ട് ഇടയത്തിലും ഈ പകൽക്കാലം വിശ്വസിക്കുക. ചില ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം, സഫലീകരണം ഈ പകൽക്കാലം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുവാനായിട്ട് ഇടയായിത്തീരും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രമിക്കുന്ന നമ്മുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യസന്ധമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്ക് സമീപസ്ഥനായിരിക്കുന്ന ദൈവം തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിക്കും. അവരുടെ നിലവിളി കേട്ട് രക്ഷിക്കും. തന്റെ ഭക്തനായിരിക്കുന്ന തന്റെ ജനത്തിന് വേണ്ടി കർത്താവേ, ഭയഭക്തിയോടെ ദൈവത്തെ സേവിക്കുന്ന, സത്യസന്ധമായി അങ്ങ് വിളിച്ചപേക്ഷിക്കുന്ന അങ്ങയുടെ ജനത്തിന്റെ ആഗ്രഹത്തെ ഈ പകൽക്കാലം പൂർത്തീകരിക്കണമേ. അത് പൂർത്തീകരിക്കത്തില്ല എന്ന് പറഞ്ഞ് അവർക്കെതിരായി ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകളെ, ഈശാനമൂലൻ എന്ന കാറ്റുകളെ എന്റെ ദൈവം തമ്പുരാൻ ശാന്തമാക്കി അവരാഗ്രഹിച്ച തുറമുഖത്തേക്ക് എന്റെ സ്വർഗത്തിലെ ദൈവ ഈ പകൽക്കാലം കൊണ്ട് എത്തിക്കുമാറണമേ. ചില ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന പൽക്കാലമായി തീരട്ടെ, ചില ആഗ്രഹങ്ങൾ സാധിക്കുന്ന പൽക്കാലമായി തീരട്ടെ, ചില ആഗ്രഹങ്ങൾ നിവർത്തീകരിക്കുന്ന പകൽക്കാലമായി തീരട്ടെ കർത്താവേ. ഉടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്ര മഹത്വം അങ്ങേക്കായി തരുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.